2001 ജൂലൈ മാസം. കേരളം പതിവ് പോലെ കാലവർഷത്തിന്റെ പിടിയിലായിരുന്നു. എന്നാൽ ജൂലൈ 25-ന് വയനാട്ടുകാർ കണ്ടത് സങ്കല്പത്തിന് അപ്പുറത്തുള്ള ഒന്നായിരുന്നു. പെട്ടെന്നാണ് ആകാശത്തിന്റെ നിറം മാറിയത്. ഇടിമിന്നലിന് പിന്നാലെ ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ വീണു തുടങ്ങി. പക്ഷേ ആ വെള്ളത്തിന് തെളിനീരിന്റെ നിറമായിരുന്നില്ല, പകരം കടും ചുവപ്പ് നിറം. അതേ, രക്തം പോലെ ചുവന്ന മഴ. വയനാട്ടിലെ പുൽപ്പള്ളിയിലും മാനന്തവാടിയിലുമൊക്കെ പെയ്തിറങ്ങിയ ഈ ചെമ്പൻ മഴ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. വസ്ത്രങ്ങളിലും വീടിന്റെ മുറ്റത്തുമെല്ലാം ചുവന്ന പാടുകൾ ബാക്കിയായി. പലരും കരുതി ഇതൊരു പ്രപഞ്ച ദുരന്തത്തിന്റെ തുടക്കമാണെന്ന്. സെപ്റ്റംബർ മാസം വരെ പലപ്പോഴായി ഈ പ്രതിഭാസം ആവർത്തിച്ചു. ശാസ്ത്രജ്ഞർ മാസങ്ങളോളം ഗവേഷണം നടത്തി. ഒടുവിൽ കണ്ടെത്തി, അന്തരീക്ഷത്തിൽ കലർന്ന ട്രെൻഡേപോലിയ എന്ന ഇനം ആൽഗകളുടെ വിത്തുകളാണ് മഴവെള്ളത്തിന് ഈ നിറം നൽകിയതെന്ന്. ശാസ്ത്രം ഉത്തരം നൽകിയെങ്കിലും ഇന്നും വയനാടിന്റെ ചരിത്രത്തിലെ വിസ്മയകരമായ ഒരു അധ്യായമായി ആ ചെമ്പൻ മഴ നിലനിൽക്കുന്നു.